റാഫി കരീം വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് റാഫി ഇപ്പോഴുള്ളത്. റാഫി, റൂറൽ എസ് പിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഇനി പോലീസിന്റെ നീക്കങ്ങൾ എന്താണ്? ഇതിലിപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് പോലീസ് സംശയിക്കുന്നത് കുഞ്ഞിന്റെ അമ്മയാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. അത് കസ്റ്റഡിയിൽ വിട്ടു കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ ഇനി പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ, അല്ലേ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതി ഇതിനോടകം തന്നെ പോലീസിനോട് ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്, ഒന്ന്, ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കുറ്റം ഇയാൾ സമ്മതിക്കുകയാണ്. ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ 2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ് ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത്. ഈ പീഡിപ്പിക്കുന്നത് ഇതിൽ ഇയാൾക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രിയിൽ ഇയാളോടൊപ്പം കുട്ടി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും. ഈ അവസരങ്ങളിലെല്ലാം തന്നെ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പീഡന വിവരം കുട്ടി മറ്റാരോടും പറയില്ല എന്നുള്ളതായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ കുട്ടി ഈ വിവരം പറയില്ല എന്നുള്ള ധൈര്യം ഇയാൾക്കുണ്ടായിരുന്നു. കുട്ടിയുടെ വിശ്വാസവും സ്നേഹവും മുതലെടുത്താണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു പീഡനം നടത്തിയത്. കുട്ടിയുമായി അടുത്തിടപഴകുന്നത് ഇയാൾക്ക് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. മറ്റാരും ഇയാളെ സംശയിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ വലിയ സ്നേഹമായിരുന്നു കുട്ടിയോട് ഇയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിരുന്നത്. ഇതെല്ലാം മുതലെടുത്താണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ പീഡനം ഈ കുട്ടിക്ക് നേരെ ഇയാൾ നടത്തിയത്. ഈ വിവരങ്ങളാണ് ഇയാൾ ഈ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. അല്പസമയം മുൻപാണ് ഈ വീട്ടിലെ ഫോറൻസിക് പരിശോധന പൂർത്തിയായത്. വീട്ടിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇയാൾ നൽകിയ മൊഴിയിൽ ഇനി കുറച്ച് സ്ഥിരീകരണങ്ങൾ വേണ്ടതുണ്ട്. അത് അമ്മയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. കാരണം ഈ കുട്ടി പീഡനത്തിനിരയായോ എന്നുള്ള കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിലുള്ള മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ അമ്മ ഇത് അറിഞ്ഞത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഹീനമായ കൃത്യം ചെയ്യാൻ കാരണമായത് എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയെ 4 വയസ്സ് മാത്രമുള്ള കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊല്ലാൻ ആ അമ്മയ്ക്ക് ഉള്ള പ്രേരണ അത് ഈ വിവരങ്ങൾ അറിഞ്ഞത് മൂലമാണോ എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയോട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തൻ്റെ കുട്ടിയെ രക്ഷിച്ചു എന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറയുന്നത്. ഈ രക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതെന്താണ് എന്നുള്ളതാണ് പോലീസ് ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ, ഈ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ കുട്ടി പീഡനത്തിന് ഇരയായതിനു ശേഷം കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അമ്മയോടോ മറ്റു ബന്ധുക്കളോടോ ഒപ്പം തന്നെ അംഗൻവാടിയിലെ ടീച്ചറോടോ മറ്റു വിവരങ്ങൾ കുട്ടി പങ്കുവച്ചോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന നീക്കം. ഇത് ബന്ധുക്കളിൽ നിന്നായിരിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ ശേഖരിക്കുക. ഒപ്പം തന്നെ ഈ പ്രതി നിലവിൽ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇനി പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിലോ മൂവാറ്റുപുഴ പോക്സോ കോടതിയിലോ ഹാജരാക്കണം. തുടർന്നായിരിക്കും പോലീസ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ പ്രതിയുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇനി ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിൽ വേഗത്തിൽ പോലീസിന് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഒരു മിസ്സിംഗ് കേസിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു കുട്ടിയെ തിങ്കളാഴ്ച കാണാതാകുന്നു വൈകിട്ടോടുകൂടി. പിന്നീട് ചൊവ്വാഴ്ച പുലർച്ചെയോടെ കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. സ്വന്തം അമ്മ മൊഴി കൊടുക്കുന്നു ഈ കുട്ടിയെ താൻ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞതാണ് എന്ന്. അതിനുശേഷം തിരച്ചിൽ നടത്തി കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. കുട്ടിക്ക് വേണ്ടി ജീവനോടെ കുട്ടിയെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ മൃതദേഹം ലഭിക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തി കുട്ടിയുടെ സംസ്കാരം പൂർത്തിയാകുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക്, ഫോറൻസിക് സർജന് തോന്നിയ സംശയങ്ങൾ, ഫോറൻസിക് സർജന് കിട്ടിയ വിവരങ്ങൾ അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഈ ഫോറൻസിക് സർജന്റെ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറുന്നു. ഈ കുട്ടിയുടെ സംസ്കാരം പൂർത്തിയായ ഉടനെ തന്നെ പോലീസ് ഒരു സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഇവരെ അന്ന് തന്നെ 7 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ 12:30 വരെ പോകുന്നു. അതിനുശേഷം ഇന്നലെ 12 മണിയോടുകൂടി ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അയാൾ പോലീസിനോട് അയാളുടെ കുറ്റസമ്മത മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ റാഫി പറഞ്ഞതുപോലെ ഇനി ഈ കേസിൽ നിർണായകമാകാൻ പോകുന്നതും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പോലീസ് കരുതുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ്. അവരെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ പോകുന്നത് പോലീസ്. അപ്പോൾ ഈ കേൾക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിയാണ് രാവിലെ ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നടുക്കുന്ന വാർത്ത എന്ന് നാട്ടുകാരും അതുപോലെ അവിടുത്തെ ജനപ്രതിനിധികളും
ആ കുഞ്ഞിനെ പഠിപ്പിച്ച അല്ലെങ്കിൽ അംഗനവാടിയിലുണ്ടായ അധ്യാപികയും ഒക്കെ പറയുന്നത് വെറുതെയല്ല, അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്.